പുതുതായി ആരംഭിക്കുന്ന കോന്നി മെഡിക്കൽ കോളേജിൽ പരിശോധക സംഘം സ്ഥലത്തെത്തിയപ്പോൾ കാണാൻ കഴിഞ്ഞത് നിർമ്മാണം പുരോഗമിക്കുന്ന കെട്ടിടം മാത്രമാണെന്ന് റിപ്പോർട്ടിൽ ചൂണ്ടിക്കാട്ടി. അധ്യാപകരോ അനധ്യാപക ജീവനക്കാരോ ഉണ്ടായിരുന്നില്ല. മെഡിക്കൽ കോളേജിന്റെ ആശുപത്രി 12 കിലോമീറ്റർ അകലെയുള്ള പത്തനംതിട്ട ജനറൽ ആശുപത്രിയാണ്. എന്നാൽ കഴിഞ്ഞ സർക്കാരിന്റെ കാലത്ത് ഇവിടെ പരിശോധന നടത്തിയെങ്കിലും ഇക്കുറി പരിശോധന നടത്താൻ അനുവദിച്ചില്ല. ഈ ആശുപത്രി മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലല്ലെന്ന് ചൂണ്ടിക്കാട്ടുന്ന കത്ത് ആശുപത്രി അധികൃതർ സംഘത്തിന് കൈമാറി. മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറെ കണ്ടപ്പോൾ കെട്ടിട നിർമ്മാണം പൂർത്തിയാവാൻ 2 വർഷമെങ്കിലും കഴിയുമെന്ന മറുപടിയാണ് നൽകിയത്. കെട്ടിട നിർമ്മാണം വരുന്ന മാർച്ച് 31 പൂർത്തിയാവുമെന്ന് ചൂണ്ടിക്കാട്ടുന്ന നവംബർ 11 ആരോഗ്യവകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ കത്ത് മെഡിക്കൽ കൗൺസിലിന് ലഭിക്കുന്നത് ഡിസംബർ 31. പരിശോധന അടുത്ത അക്കാദമിക വർഷത്തേക്ക് മാറ്റണമെന്നും അപേക്ഷയും ഫീസും അടുത്ത വർഷത്തേക്ക് നീട്ടിത്തരണമെന്നുമുള്ള അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ അപേക്ഷ കൗൺസിൽ തള്ളുകയും അപേക്ഷ മടക്കി അയക്കാനും തീരുമാനിച്ചു. സുപ്രീം കോടതി നിശ്ചയിച്ച ലോധ കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം കോഴിക്കോട് KMCT, തിരുവനന്തപുരം സോമർവെൽ മെഡിക്കൽ കോളേജ് എന്നിവയുടെ പ്രവേശനാപേക്ഷകൾ കൗൺസിൽ അംഗീകരിച്ചു. പാലക്കാട് റോയൽ മെഡിക്കൽ കോളേജ്, തൊടുപുഴ അൽ-അസർ മെഡിക്കൽ കോളേജ്, പത്തനംതിട്ട മൗണ്ട് സിയോൺ മെഡിക്കൽ കോളേജ്, കണ്ണൂർ മെഡിക്കൽ കോളേജ് എന്നിവയുടെ വ്യത്യസ്ത ബാച്ചുകളിലേക്കുള്ള പ്രവേശനത്തിനായുള്ള ലോധ കമ്മിറ്റി ശുപാർശയും അടിസ്ഥാന സൗകര്യങ്ങളില്ലെന്ന കാരണത്താൽ കൗൺസിൽ നിരസിച്ചു. തിരുവല്ല കുട്ടപ്പുഴ ബിലീവേഴ്സ് ചർച്ച് മെഡിക്കൽ കോളേജിന്റെ 2ാം ബാച്ചിലേക്കുള്ള പ്രവേശനം കൗൺസിൽ അനുവദിച്ചു. SA ജിംസ്, മീഡിയ 1, പാലക്കാട്.